ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റോറീസ് ബൈ ശ്രീ പുണ്യ. അപ്പോൾ സൺഡേ ആയിട്ട് എന്താ പരിപാടി? ഞാൻ എന്തായാലും ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടേ. അപ്പോൾ പിന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് വേഗം എണീച്ച് കുളിച്ച് റെഡി ആവണം. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടേ. പിന്നെ ഒരു പുതിയ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തതല്ലേ, അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയും അതുപോലെ തന്നെ അമ്പലത്തിൽ പോയി വരുന്ന വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാടൊന്നും ഇല്ല കേട്ടോ. കൂടുതലും മേക്കപ്പ് പ്രൊഡക്ട്സോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടല്ല ഞാൻ റെഡി ആവുന്നത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈല്, അതുപോലെ തന്നെ ഒന്ന് കണ്ണെഴുതുക, പൊട്ട് തൊടുക, പിന്നെ ഒന്ന് ലിപ്സ്റ്റിക്കും കൂടെ, അത് മസ്റ്റാണ് കേട്ടോ. ഈ ലിപ്സ്റ്റിക് ഇടുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഗേൾസും പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതെന്നാണ്. മേ ബി അത് കറക്റ്റായിരിക്കും. ബിക്കോസ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മുടെ ഫേസ് കുറച്ചും കൂടി ഒരു ബ്രൈറ്റായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെഡി ആയതിൻ്റെ പേരിൽ കുറച്ച് പ്രഹസനങ്ങളൊക്കെ ആയാലോ. ഈ ഒരു ടോപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവാക്കലൊക്കെ ആട്ടോ നിങ്ങളീ കാണുന്നത്. എന്നാൽ പിന്നെ വേഗം തന്നെ ഇറങ്ങിയാലോ. ഇനിയും പ്രഹസനങ്ങൾ കാണിച്ചാൽ ചിലപ്പോൾ അമ്പലത്തിലെ നട അടച്ചു കൂട്ടോ. അപ്പോൾ ഇന്ന് മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. അമ്പലത്തിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ആടിപ്പാടി ഞാനിങ്ങനെ നടക്കുക കേട്ടോ. നടക്കുമ്പോൾ ഞാൻ ആ ടോപ്പിൻ്റെ ഭംഗിയാണ് കേട്ടോ നോക്കുന്നത്. ആക്ച്വലി അത് അമ്മൻ്റെ ടോപ്പാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇടുന്നത്. ചിലപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇടുന്നത് കൊണ്ടായിരിക്കും ഈ ഒരു ഫീല്. മേലോട്ട് നോക്കി നടന്നപ്പോഴാട്ടോ ഈ ഒരു കാഴ്ച കണ്ടത്. നല്ല രസമുണ്ടെന്ന് ആകാശം കാണാൻ. അങ്ങനെ ഞാൻ അമ്പലത്തിലെത്തിയിട്ടോ. ഇതൊരു കാവാണ്, വലിയ പറമ്പത്ത് കാവ് എന്നാണ് ഈ ഒരു അമ്പലത്തിൻ്റെ പേര്. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഇവിടുത്തെ ദേവീനെ കേട്ടോ. എന്താണെന്നറിയില്ല, എല്ലാവരും വിശ്വാസമാണ്. എന്നാലും ഒരു പൊടിക്ക് കൂടുതൽ ഇഷ്ടം ഇവിടുത്തെ അമ്മേനോടാട്ടോ. ലൈഫിൽ എന്ത് സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ആദ്യം വരുന്നത് ഇങ്ങോട്ടാട്ടോ. ഇന്ന് കുറച്ച് വിഷമങ്ങളും അതുപോലെ തന്നെ പരാതികളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്ത് സങ്കടം പറഞ്ഞാലും ഇവിടുത്തെ അമ്മ ഒരു പരിഹാരം കാണിച്ചു തരലുണ്ട്. ഓരോരുത്തരുടെ വിശ്വാസമല്ലേ. വളരെ ചെറുപ്പം തൊട്ട് അച്ചമ്മ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ വരുമ്പോൾ അച്ചമ്മൻ്റെ കൂടെ വന്നു തുടങ്ങിയതാട്ടോ ഇവിടെ. അറിവില്ലാത്ത പ്രായത്തിൽ പ്രാർത്ഥിക്കണം എന്നല്ലട്ടോ വരുന്നത്. സഹസ്രനാമം ചൊല്ലാൻ പോകുമ്പം കാപ്പി അവിലൊക്കെ കിട്ടും. അതിനാണ് മെയിനായിട്ട് പോവൽ. പക്ഷെ ഇപ്പം പോകുന്നത് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാനാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ പോയിട്ടൊന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് മൈൻഡൊക്കെ ഒന്ന് റിലാക്സായി, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയൊക്കെ കിട്ടി. ഇങ്ങനെ എന്താ പറയുക, നമ്മൾ അമ്പലത്തിൽ പോകുമ്പം നമുക്ക് പ്രത്യേകതരം ഒരു പോസിറ്റിവിറ്റി കിട്ടാണ്ടല്ലോ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇതോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അതാണ് ഈ ടാറ്റ ബൈ ബൈ ഒക്കെ പറയുന്നത്. പക്ഷേ കുറച്ചും കൂടി എടുത്താലോ, ഒന്ന് ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിക്കുന്ന എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്ന ടൈമിലാണ് ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ മെയിനായിട്ട് ഷേപ്പ് ശ്രദ്ധിച്ചത്. ഒരു കുറച്ച് ലൂസ് ഉണ്ടല്ലേ, അപ്പോൾ അതൊന്ന് ടൈറ്റ് ആക്കിയാൽ എങ്ങനെ ഉണ്ടാകും. അങ്ങനത്തെ ചപ്പാത്തി സോയാബീനും കേട്ടോ ചായക്ക്. അപ്പം ചപ്പാത്തിയും സോയാബീൻ, ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയതല്ല, സെമി കുക്ക്ഡ് ചപ്പാത്തിയാണ്, പ്രത്യേകിച്ച് എടുത്ത് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ കേട്ടോ.